നല്ല അടിപൊളി പടം, നല്ല അടിപൊളി, നല്ല സാധാരണക്കാരന, നല്ല സൂപ്പർ പടം, നല്ലൊരു കഥ. ബേസിലിന്റെ നല്ലൊരു അഭിനയം നമുക്ക് കാണാൻ പറ്റും. ബേസിൽ സൂപ്പറാണ്. ബേസിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ്. സൂപ്പർ. നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സജീവും, അതേപോലെ തന്നെ ലിജോ മോഡലും എല്ലാവരും ആനന്ദും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. നന്നായിരിക്കുന്നു. നല്ല വർക്ക്, നല്ല സ്റ്റോറി, നല്ല പെർഫോമൻസ്. ഫാമിലി വാങ്ങണം. പടം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഫാമിലി തിരിച്ചു വരാൻ പോകുന്ന സിനിമയായിരിക്കും. ഫാമിലി തിയേറ്ററിലേക്ക് കൂട്ടത്തോടുകൂടി വരാൻ പോകുന്ന സിനിമയായിരിക്കും. ഷെട്ടിൻ്റെ ഫസ്റ്റ് പടമാണ്. പക്ഷേ ഒരു ഫസ്റ്റ് പടം എന്നുള്ള രീതിയിലല്ല, നല്ല തഴക്കവും പഴക്കവും വന്ന പോലെയുള്ള എല്ലാ മേഖലയും, അത് ഡയറക്ഷൻ ആയിക്കോട്ടെ, കലാസംവിധാനം സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാവരുടെ അഭിനയം ആയിക്കോട്ടെ. GR ഇന്ദുഗോപൻ്റെ കഥയാണ്. 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ കഥയുടെ മറ്റൊരു ആവിഷ്കാരമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ എടുത്തിരിക്കുന്ന മറ്റൊരു ആവിഷ്കാരമാണ്. നല്ല സിനിമയാണ്. എല്ലാവരും അത് കാണും. താങ്ക് യു. നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും സന്തോഷം. ആൾക്കാർക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓവർവെൽഡാണ്. അതായത് ഇങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്. TP അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി. ഇപ്പം നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. അതുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയും കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇനി സിനിമ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോ റിഗ്രറ്റ്സ്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ബേസിൽ അടിപൊളിയായിരുന്നു. ബേസിലിൻ്റെ അഴിഞ്ഞാട്ടെന്ന് വേണേൽ പറയാം. ബേസിലിൻ്റെ അഴിഞ്ഞാട്ടെന്ന് തന്നെ വേണേൽ പറയാം. പിന്നെ സിനിമയുടെ പേര് നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ പേരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അടിപൊളി. സജിൻ ഗോപ് ഒരു രക്ഷയില്ല. എനിക്ക് കലാഭവമണിയുടെ പുറമൊന്നും ശരിക്കും കണ്ടു. അടിപൊളിയായിരുന്നു സിനിമ. ഭയങ്കര സിമ്പിൾ മൂവിയാണ്. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. കോമഡിയാണെന്ന് വിചാരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ലാസ്റ്റ് വരുന്ന ത്രില്ലറും പിന്നെ ബേസിലിൻ്റെ രക്ഷയില്ല. ബേസിൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. 5-ൽ 4.5 കൊടുക്കും. നല്ല മൂവിയാണ്. അത് ഞാൻ അത്ര ഇതായിട്ട് പറയണമെങ്കിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല മൂവി.